യോഹന്നാൻ സുവിശേഷം 15-ാം അധ്യായം 13-ാം വാക്യം. സ്നേഹിതന്മാർക്ക് വേണ്ടി ജീവനെ കൊടുക്കുന്നതിലും അധികമുള്ള സ്നേഹം ആർക്കും ഇല്ല. സ്നേഹത്തിൻ്റെ വലിപ്പം ആർക്ക് അളക്കാനാകും? പല വീടുകളിലും സ്നേഹത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള വഴക്കുകൾ സാധാരണമാണ്. അമ്മയപ്പന്മാർക്ക് മക്കളോടുള്ള സ്നേഹത്തിൻ്റെ ഏറ്റക്കുറച്ചിലുകളെക്കുറിച്ച് പരാതി പറയുന്ന മക്കൾ, മുൻപിലത്തെ പോലെ സ്നേഹമില്ലെന്ന് പരാതിപ്പെടുന്ന ഭാര്യ ഭർത്താക്കന്മാർ, വിവാഹശേഷം മാതാപിതാക്കളോടുള്ള സ്നേഹത്തിന് കുറവ് വന്നെന്ന പരാതികൾ, സ്നേഹം പിടിച്ചെടുക്കാൻ വേണ്ടിയുള്ള മത്സരങ്ങൾ. പല സ്നേഹവും സ്വാർത്ഥങ്ങളാണ്, ഇടുങ്ങിയതാണ്, കാര്യപ്രാപ്തിക്ക് വേണ്ടി മാത്രമാണ്. നിഷ്കളങ്കവും നിസ്വാർത്ഥവും ത്യാഗപൂർണവുമായ സ്നേഹം തുലവും കുറവാണ്. ഏറ്റവും വലിയ സ്നേഹം എന്തെന്ന് യേശു ഇവിടെ പ്രസ്താവിച്ചിരിക്കുന്നു. അത് സ്നേഹിതന് വേണ്ടി ജീവൻ കൊടുക്കുന്നതിനോളം വലിപ്പമുള്ള സ്നേഹമാണ്. അതിൽ നിസ്വാർത്ഥത, നിഷ്കളങ്കത തുടങ്ങിയവയെല്ലാം സമ്മേളിക്കും. ഒരാൾ മറ്റൊരാളോടുള്ള സ്നേഹം നിമിത്തം ജീവൻ കൊടുക്കുമ്പോഴും തിരിച്ചത്രമേൽ സ്നേഹം ഉണ്ടായിരിക്കണമെന്നില്ല. എന്നാൽ രണ്ടുപേർക്കും പരസ്പരം അത്രമേൽ സ്നേഹമുണ്ടെങ്കിൽ അത് എത്ര ശ്രേഷ്ഠമാണ്. ചിലരുടെ സ്നേഹം കുറേ കാലത്തേക്ക് മാത്രമുള്ളതാണ്. വികാരത്തിൻ്റെയും സാഹചര്യങ്ങളുടെയും ഒക്കെ അടിസ്ഥാനത്തിൽ സ്നേഹിച്ചിട്ട് വിട്ടുപിരിയുന്നവർ. യേശു നമ്മെ സ്നേഹിച്ചത് നിത്യ സ്നേഹത്താലാണ്. നമ്മെ നന്നായി അറിഞ്ഞിട്ട് തന്നെയാണ് അവിടുന്ന് നമ്മെ സ്നേഹിച്ച് ജീവൻ തന്നത്. നമുക്ക് യേശുവിനെ എത്രത്തോളം സ്നേഹിക്കാൻ കഴിയുന്നു? യേശുവിനായി മരിക്കാൻ ഞാൻ ഒരുക്കമാണെന്നൊരിക്കൽ പറഞ്ഞ പത്രോസ് തൻ്റെ ജീവൻ അപകടത്തിലാകുന്ന സന്ദർഭത്തിൽ തള്ളിപ്പറഞ്ഞു. എന്നാൽ യേശുവിനായി ജീവിക്കാൻ സ്നേഹത്താൽ മാത്രമാണ് സാധിക്കുക. അങ്ങനെ സ്നേഹിക്കുന്നവർ മരിക്കേണ്ടി വന്നാലും പിന്നോട്ട് പോവുകയില്ല. യേശുവിനായി ജീവൻ കൊടുക്കുക എന്ന് പറയുമ്പോൾ മരിക്കാൻ തയ്യാറാവുക എന്ന് മാത്രം ചിന്തിക്കരുത്. ഓരോ ദിവസവും യേശുവിനായി ജീവിക്കാൻ തയ്യാറാവുക. യേശുവിനായി ജീവിക്കാൻ പലതും ത്യാഗം ചെയ്യേണ്ടി വരും. അത് മരിപ്പിക്കുന്നതിന് തുല്യമാണ്. നിത്യതയിലും തുടരുന്ന സ്നേഹബന്ധമായിരിക്കും അത്. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.